യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നവർ ജാഗ്രത. പ്രത്യേകിച്ചും വടക്കേന്ത്യയിൽ ഉത്സവകാലം വരികയാണ്. വിമാന ഹോട്ടൽ ബുക്കിംഗ് നിരക്കുകൾ ഉയരാൻ സാധ്യത. മുൻകൂട്ടി തയ്യാറെടുത്താൽ ട്രെയിൻ ചാർജിൽ പോലും പണം ലാഭിക്കാം. ഡിമാൻഡിനൊത്ത് നിരക്കുയർത്തുന്നതാണ് ഇപ്പോഴത്തെ രീതി. എംപോക്സ് പേടി വർദ്ധിക്കുകയാണ് കേരളത്തിൽ. കൂടുതൽ കേസുകൾക്ക് സാധ്യതയുണ്ടെന്ന് വിലയിരുത്തുന്ന സർക്കാർ ഐസൊലേഷൻ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ബന്ധപ്പെട്ടവരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ മാർഗനിർദ്ദേശം ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. കൊൽക്കത്തയുടെ പഴയകാല പ്രതാപത്തിന്റെ മുഖമുദ്രയായ ട്രാം സർവീസ് നിർത്തലാക്കാൻ പശ്ചിമ ബംഗാൾ സർക്കാർ തീരുമാനിച്ചു. നഗരഗതാഗതം പുതിയ കാലത്തിനൊത്ത് മെച്ചപ്പെടുത്തുന്നതിന്റെ പേരിലാണ് ഇത്. എസ്പ്ലനേഡ് മുതൽ മൈതാൻ വരെയുള്ള ഒരു പാതയിലെ സർവീസ് മാത്രം ടൂറിസം ലക്ഷ്യങ്ങൾക്കായി നിലനിർത്തും. കോഴിക്കോട് ചെറുവണ്ണൂരിൽ ജ്വല്ലറിയിൽ നിന്ന് സ്വർണവും വെള്ളിയും കവർച്ച ചെയ്ത കേസിൽ ഇതര സംസ്ഥാന തൊഴിലാളി അറസ്റ്റിൽ. ബീഹാറുകാരനെയാണ് പേരാമ്പ്ര പോലീസ് ബീഹാറിൽ പോയി അറസ്റ്റ് ചെയ്തത്. ഒരാളെ കിട്ടാനുണ്ട്. ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സ്വർണവിലയ്ക്കാകട്ടെ വീണ്ടും റോക്കറ്റ് വേഗം. ഇന്ന് ഗ്രാമിന് വർദ്ധിച്ചത് 40 രൂപ. പവൻ വില 56,800. ഓഹരി വിപണിയിൽ തുടക്കം റെക്കോർഡിട്ടെങ്കിലും സൂചികകൾ പിന്നീട് താഴ്ന്നു. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.